നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ ആരംഭിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നു. അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിലാണ് പുക ഉയർന്നത്. CT സ്കാൻ MRI റൂമിന്റെ ഭാഗത്ത് പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ജീവനക്കാർ പറയുന്നത്. രോഗികളെ ആശുപത്രിയിൽ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി. പുക ഉയർന്നതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്നാണ് പുക ഉയർന്നത്. UPS റൂമിലാണ് പുക ഉയരാനുണ്ടായ കാരണം എന്താണ്? അധികൃതർ എന്താണ് പറയുന്നത്? രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നു. ആശങ്കയിലായി ജീവനക്കാരും രോഗികളും ഉൾപ്പെടെയുള്ളവർ. അത്യാഹിത വിഭാഗത്തിലെ UPS റൂമിലാണ് പുക ഉയർന്നത്. CT സ്കാൻ MRI റൂമിന്റെ ഭാഗത്ത് പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ജീവനക്കാരടക്കം പറയുന്നത്. രോഗികളെ ആശുപത്രിയിൽ നിന്ന് മാറ്റി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മാറ്റി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പുക ഉയർന്നതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ഈ പുക ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നത്. ഈ പുക ഉയർന്നതിനെ തുടർന്ന് തന്നെ നിലവിലെ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇത്തരത്തിൽ ഒരു പുക ഉയരാൻ കാരണമായിരിക്കുന്നത്? പ്രത്യേകിച്ച് ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്, ഭീതിയിലാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നു. പുക പടർന്നത് UPS റൂമിലാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു പുക ഉയരാനുണ്ടായ സാഹചര്യം? എന്താണ് നിലവിൽ വരുന്ന വിവരങ്ങൾ? അഭിന പി ചിറക്കിലുണ്ട്. അഭിന, നിലവിൽ CT സ്കാൻ MRI റൂമിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പുക ആകമാനെ പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണോ ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണം എന്നതെല്ലാം തന്നെ അറിയാനുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അത്യാഹിത വിഭാഗത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പുക ഉയർന്നതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ അവിടെ ഭയചകിതരായി ഓടുന്ന ദൃശ്യങ്ങൾ അടക്കം തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നിലവിൽ അവിടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളെ അടക്കം മാറ്റി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ വരുന്നു. ഉടൻ തന്നെ അവിടുത്തെ ജീവനക്കാരെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരു പൊട്ടിത്തെറി കേട്ടു എന്നാണ് ജീവനക്കാരടക്കമുള്ളവർ പറയുന്നത്. നിലവിൽ ഈ ഒരു അത്യാഹിത വിഭാഗത്തിന്റെ ഈ ഒരു പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അഭിന, വിവരങ്ങൾ? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടായി. ഇതിനെ തുടർന്ന് പുക ഉയർന്നു എന്നാണ് ജീവനക്കാരടക്കം പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പരിശോധന നടത്തുകയാണ്. നിലവിൽ രോഗികളെ മാറ്റുന്നതിനാണ് കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത്. 4ാം നിലയിൽ പുക എത്തിയിട്ടില്ല. ന്യൂറോ സർജറി രോഗികളെയാണ് ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവരെ മാറ്റണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സജിത് കുമാറിന്റെ വാക്കുകളാണ് ഇത്. പഴയ ബ്ലോക്കിലെ കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, നിലവിലെ സാഹചര്യം എന്താണ്? വൃന്ദ, നിലവിൽ ഇപ്പോൾ ഇവിടെ കളക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു. കളക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധനയെല്ലാം ഇപ്പോൾ
പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കളക്ടർ നേരത്തെ പറയുകയും ചെയ്തത് നിലവിൽ ഇവിടെ 6 ബ്ലോക്കാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത്. ഈ 6 ബ്ലോക്കിൽ 4ാമത്തെ ബ്ലോക്കിൽ ഇപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ആളുകളെ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് കളക്ടർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണ് യു പി എസ് റൂമിൽ നിന്നും വന്ന ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിനും അതുപോലെ തന്നെ പുക ഉയരേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് തന്നെയാണ് കളക്ടറും വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെയുള്ള രോഗികളെല്ലാം തന്നെ ഈ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്ന തീവ്ര പരിചരണ വിഭാഗത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ മറ്റ് ആശുപത്രിയിലേക്ക് ബീച്ച് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എല്ലാം തന്നെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ പുക ഉയർന്നത് മൂലം ശ്വാസതടസ്സം അനുഭവപ്പെട്ട രോഗികളുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയും അതുപോലെ തന്നെ മിംസ് ആശുപത്രി, ബീച്ച് ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിലേക്കെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു. ഈ വാഹനാപകടത്തിൽപ്പെട്ട ആളുകളെ ഈ ആശുപത്രിയിലേക്കാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് ഇവിടെ നിന്നും ഉടൻ തന്നെ ആശുപത്രി അധികൃതർ ഇവിടെ നിന്നും മാറ്റണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ജനപ്രതിനിധികളെല്ലാം തന്നെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ, മേയർ അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ വന്ന് സന്ദർശിക്കുകയും രാഘവൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കാതിരുന്നത്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരായ ജനങ്ങളും അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അതുപോലെ തന്നെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടി തന്നെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ ആശുപത്രിയെ സമീപിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആളുകളെ വലിയ രീതിയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുകയും പരിഭ്രാന്തരാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ബ്ലോക്കിലെല്ലാം തന്നെ നിലവിൽ ഫസ്റ്റ് ബ്ലോക്കിലും അതുപോലെ തന്നെ 2ാം ബ്ലോക്കിലെല്ലാം തന്നെ വൈദ്യുതി പൂർണ്ണമായി നിലച്ച ഒരു അവസ്ഥ തന്നെയാണുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഈ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് അംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തി വേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും അത് തന്നെയാണ് ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് ആളുകളെ, ഈ രോഗികളെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണം, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതിന് വേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചിരിക്കുന്നത്. വൃന്ദ, പിന്നെ അതോടൊപ്പം തന്നെ പുക നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചോ? ഇപ്പോഴും ഈ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ആളുകൾ വലിയ രീതിയിൽ ആശങ്കയിലാണ്. ഇവരുടെ ആശങ്ക അകറ്റാൻ അധികൃതർ അവിടെ എത്തിയിട്ടുണ്ട്. വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ പുക നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? തീർച്ചയായും ഇവിടെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പുക ഈ അത്യാഹിത വിഭാഗത്തിലും അതുപോലെ തന്നെ UPS അതുപോലെ തന്നെ സ്കാനിംഗ് സെന്റർ തുടങ്ങിയ ഇടങ്ങളിലേക്കെല്ലാം തന്നെ പുക വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു പുക ഈ അകത്ത് നിന്നും പുറത്തേക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പരിഭ്രാന്തരാകേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ രോഗികളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഈ അത്യാഹിത വിഭാഗത്തിൽ നിരവധി കാർഡിയക് പോലുള്ള പേഷ്യന്റുകളും അതുപോലെ തന്നെ ഈ ആക്സിഡന്റ് പോലുള്ള കേസുകളെല്ലാം തന്നെ നിരവധി നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആളുകളെ ഏതൊക്കെ രീതിയിലേക്ക് എങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ളതിലെല്ലാം തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിനുവേണ്ട നടപടികളെല്ലാം തന്നെ ഈ കൂട്ടിരിപ്പുകൾ, ഈ രോഗികളുടെ കൂടെ നിന്ന് കൂട്ടിരിപ്പുകാരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ മറ്റ് സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിക്ക് തൊട്ട് സമീപത്തുണ്ടായിരുന്ന ഈ കടകളിലെ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി വേണ്ട നടപടികളെല്ലാം കൃത്യസമയത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പുക വന്നത് കാരണം ഈ ആളുകൾക്ക് വലിയ രീതിയിലൊരു ശ്വാസതടസ്സം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്വാസതടസ്സം നേരിട്ട ആളുകളെ തൊട്ടടുത്ത് ബേബി മെമ്മോറിയൽ ആശുപത്രിയാണുള്ളത്. ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ മറ്റാളുകളെ ബീച്ച് ആശുപത്രിയിലേക്കും അത്യാസന്ന നിലയിലുള്ള ആളുകളെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മിംസ് ആശുപത്രിയിലും ചില ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും നമുക്ക് അറിയാനുള്ളത് എത്ര രോഗികളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 1ഉം 2ഉം ബ്ലോക്കിലുള്ള ആളുകളെയാണ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. നിലവിൽ 4ാമത്തെ ബ്ലോക്ക് മുതലുള്ള ആളുകളെയാണ് ഇപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ ഉള്ളത്. നിലവിൽ ഈ രോഗികളെ ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ തുടക്കത്തിൽ ഈ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നിലവിലെ രോഗികളെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പഴയ ബ്ലോക്കിലെ കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങാനുള്ള നിർദ്ദേശങ്ങൾ അടക്കം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്?
നിലവിൽ വൃന്ദ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈദ്യുതി തീരെ ഇല്ല എന്നുള്ളതാണ്. ഇനി വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഏറെ വൈകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള, അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും അതോടൊപ്പം തന്നെ വലിയ പ്രശ്നങ്ങളില്ലാത്ത ആളുകളെല്ലാം തന്നെ പഴയ ബ്ലോക്കിലേക്കാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പഴയ ബ്ലോക്കിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഈ ആരോഗ്യസ്ഥിതി വഷളായ ആളുകളെ നിലവിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും അതുപോലെ തന്നെ മിംസ് ആശുപത്രിയിലും കൂടാതെ ബീച്ച് ആശുപത്രിയിലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ എത്ര ആളുകളുണ്ട് എന്നുള്ള, അതായത് എത്ര രോഗികളെയാണ് ഇവിടെ നിന്ന് മാറ്റിയത് എന്നുള്ളതിൽ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആളുകളെല്ലാം തന്നെ സുരക്ഷിതരാണ്. നേരത്തെ ICUവിൽ ഉണ്ടായിരുന്ന ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് അവരെ മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിലും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഫസ്റ്റ് ബ്ലോക്കിലും സെക്കൻഡ് ബ്ലോക്കിലും തേർഡ് ബ്ലോക്കിലും ഒന്നും തന്നെ ആളുകൾ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തൊന്നും തന്നെ, അതായത് ഈ ഒരു ആശുപത്രിയിൽ വേണ്ട രീതിയിലുള്ള വൈദ്യുതി ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഏറെ സമയമെടുക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ICUവിൽ ഈ മറ്റു ഉപകരണങ്ങളൊന്നും തന്നെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. വൃന്ദ, അപ്പോൾ തന്നെ നിലവിൽ ഈ CT സ്കാൻ MRI റൂമിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതടക്കം ഇവർ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് എത്തിച്ചു എന്ന് വേണം തന്നെ പറയാൻ. ഇതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന രോഗികളെ ഉടൻ തന്നെ ഈ ചടുല നീക്കത്തിന്റെ ഭാഗം